ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെം BBA LLBയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 2024 അഡ്മിഷൻ എടുത്ത 3 ഇയർ LLB 5 ഇയർ LLBക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷയാണ് ഈ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു LLB സെമസ്റ്റർ എക്സാം എഴുതുന്നവർക്ക് ഇതെങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം ഒക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഫസ്റ്റ് സെം എക്സാമിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BBA LLB അതുപോലെ BCom LLB ഇവർക്കുള്ള ഫസ്റ്റ് സെം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, നമുക്കൊരു പ്രീവിയസ് ഇയർ പേപ്പർ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു എസ്എ ക്വസ്റ്റ്യൻ 12 മാർക്കിൻ്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 3 ഇയർ LLB പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ് ഡിഗ്രി എക്സാം എഴുതേണ്ടതെന്നുള്ള ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ബട്ട് ഒരു LLB എക്സാം എഴുതുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരു 5 ഇയർ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ആദ്യമായിട്ട് സെമസ്റ്റർ എക്സാം എഴുതുന്നവർക്കൊരു കൺഫ്യൂഷനോടെ എങ്ങനെയാണ് ഇത് എഴുതുന്നത്. കാരണം +2 പഠിച്ച പോലെ അല്ല ഇങ്ങനെ. അപ്പോൾ ഡിഫറൻറ്റ് കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പ്രീവിയസ് ഇയർ പേപ്പർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, അപ്പോൾ ഈ ഒരു വീഡിയോ 5 ഇയറുകാർക്കാണ്. അപ്പോൾ ഇത് 3 ഇയറുകാർക്കും യൂസ് ചെയ്യുന്ന കാര്യമാണ്. ലോ ഓഫ് തോട്ട്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ BBA LLB ഹോണേഴ്സ് ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2020. അപ്പോൾ ലോ ഓഫ് തോട്ട്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ പേപ്പറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് പാർട്ട് എ എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 5 ചോദ്യങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ലിക്വിഡേറ്റഡ് അൺലിക്വിഡേറ്റഡ് ഡാമേജിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചുറിയസ് ആൻഡ് ഡാമിന, ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് ടോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ടോർട്ട് ഓഫ് കൺവേർഷൻ, പിന്നെ ലയബിലിറ്റി ഓഫ് ജോയിൻറ്റ് ടോർട്ട് വീസേഴ്സ്, പിന്നെ റെമഡീസ് അവൈലബിൾ ട്രസ്പാസ് ടു ട്രസ്പാസ് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ലിബേൽ ആൻഡ് സ്ലാൻഡർ ഡിഫാമേഷൻ ഭാഗത്തുനിന്ന് എസ്എ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ന്യൂയിസൻസ് ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി ആബ്സല്യൂട്ട് ലയബിലിറ്റിയെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്ലേലിസ്റ്റിൽ പോകുക. അതിൽ LLB സബ്ജക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ലയബിലിറ്റി വേഴ്സസ് ആബ്സല്യൂട്ട് ലയബിലിറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്യുന്നത്. അപ്പോൾ അത് ആ സബ്ജക്റ്റ് അറിയാത്തവർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബി എന്ന് പറഞ്ഞ പ്രോബ്ലം ക്വസ്റ്റൻസ് ആണ്. പ്രോബ്ലം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. പാർട്ട് ബിയിലെ 3 പ്രോബ്ലം, 2 ചോദ്യങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, 10 മാർക്കാണ് അതിൽ വരുന്നത്. ഇനി പാർട്ട് സിയിൽ നമുക്ക് 3 എസ്എ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 2 അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻ 12.5 മാർക്ക്. ഈ പാർട്ട് സി ആണ് സത്യം പറഞ്ഞാൽ തീരുമാനിക്കുന്നത് നമ്മൾ പാസ്സാവണോ വേണ്ടയോ എന്നുള്ളത്. കാരണം 2 ക്വസ്റ്റ്യൻ മൊത്തം 25 മാർക്കാണ് പാർട്ട് സി നമ്മൾ എഴുതിയെടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു എസ്എ ക്വസ്റ്റ്യൻ, എങ്ങനെ വേണം ഒരു എസ്എ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക, ആക്സിഡൻറ്റ് ഈസ് എ ഡിഫെൻസ് and negligence is a wrong under law of tort. Examine the statement and explain contributory negligence. അപ്പോൾ ആക്സിഡൻ്റ് ഒരു ഡിഫെൻസാണ്, നമ്മൾ പഠിക്കുന്നുണ്ട് ജനറൽ ഡിഫെൻസസിൽ. ബട്ട് നെഗ്ലിജൻസ് ഈസ് എ ടോർട്ടാണ്. നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഒരു ടോർട്ടാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൻ ചെയ്തിട്ട് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താ പറയുന്നത്, നമ്മുടെ ക്വസ്റ്റൻ ഒരു ആക്സിഡൻറ്റ് ഈസ് എ ഡിഫെൻസ് ആൻഡ് നെഗ്ലിജൻസ് ഈസ് എ റോങ് അണ്ടർ ലോ ഓഫ് ടോട്ട്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ, ഈ ഒരു എസ്എ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ 12.5 മാർക്കാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യം അപ്പോൾ ഇതിൽ അത്യാവശ്യം കണ്ടൻറ്റുകൾ വേണം. ഒരു 12.5 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 1/2 പേജോ 1 പേജോ എഴുതി നമുക്ക് മാർക്ക് കിട്ടത്തില്ല. നമുക്ക് അത്യാവശ്യം ഒരു 3-4 പുറമൊക്കെ ആയിട്ട് നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ്, ലോ ഓഫ് തോട്ട്സിൻ്റെ നെഗ്ലിജൻസും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ ജനറൽ ഡിഫെൻസും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ തുടങ്ങണം, ടോർട്ട് എന്താണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, ഒരു ആൻസർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. വീട് പണിയുന്നവർ തറ പണിയുക, അത് കഴിഞ്ഞ് അങ്ങനെ ആ രീതിയിൽ നമ്മളൊരു ആൻസർ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം ടോർട്ട് എന്താണെന്ന് പറയണം. എന്താണ് ടോർട്ട്, അതിനെപ്പറ്റി 3-4 പോയിൻറ്റ്സ്. ടോർട്ട് എന്താണെന്ന് പറയണം, ടോർട്ടിൻ്റെ എസെൻഷ്യൽസ് പറയണം. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യണം തുടങ്ങാൻ. അല്ലാണ്ട് നേരെ ആ ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ നേരെ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എക്സ്പ്ലെയിൻ ചെയ്തല്ല തുടങ്ങാൻ. അങ്ങനെ തുടങ്ങിയാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എഴുതാനുള്ള സബ്സ്റ്റൻസ് കിട്ടത്തില്ല നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും അത് എഴുതാൻ മാത്രം സബ്സ്റ്റൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നേരിട്ട് തുടങ്ങിക്കാം. ബട്ട് ഒരു റൈറ്റ് വേ ഓഫ് ആൻസറിങ് ദ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൺസ്ട്രക്ട് ചെയ്ത്, അപ്പോൾ ടോർട്ട് എന്താണെന്ന് എഴുതണം, ടോർട്ടിൻ്റെ എസെൻഷ്യൽസ് എന്താണെന്ന് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൻ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുക, ആക്സിഡൻറ്റ് ഈസ് എ ഡിഫെൻസ്. അപ്പോൾ നമ്മൾ ഇതിനം ജനറൽ ഡിഫെൻസസിനെ പറ്റി നമ്മൾ പറയണ്ടേ, ജനറൽ ഡിഫെൻസസ് എന്താണെന്ന് നമ്മൾ പറയണം. അപ്പോൾ ജനറൽ ഡിഫെൻസസ് എന്താണെന്ന് പറയണം.
ജനറൽ ഡിഫൻസസ് എന്താണെന്ന് പറയണം, ജനറൽ ഡിഫൻസസിനെ പറ്റി പറയണം. പിന്നെ ജനറൽ ഡിഫൻസിൽ എല്ലാം ഒന്നും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അതിലെ ആക്സിഡൻറ്റ് എന്താണെന്ന് നമ്മൾ പറയണം. ആ ജനറൽ ഡിഫൻസിലെ ആക്സിഡൻ്റാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ആക്സിഡൻറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ റെലവൻറ്റ് കേസസ്. പിന്നെ ടോർട്ട് ആകുമ്പോൾ സെക്ഷൻസ് ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ കൂടുതൽ കേസുകളാണ് നമ്മൾ എഴുതുന്നത്, കേസ് ലോസ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതണം, അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ ഭാഗം നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ എഴുതി. രണ്ടാമത്തെ ഭാഗം എന്താ, നെഗ്ലിജൻസ് ഈസ് എ റോങ്. അപ്പോൾ നമ്മൾ നെഗ്ലിജൻസിനെ പറ്റി എഴുതണം. ഓക്കെ, നെഗ്ലിജൻസ് എന്താ, അതിൻ്റെ കാര്യങ്ങൾ എന്താ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിനുള്ള ഭാഗത്ത് നെഗ്ലിജൻസ് കേസ് ലോസ് ഒക്കെ പറയണം. നെഗ്ലിജൻസ് പറഞ്ഞ് നെഗ്ലിജൻസിനെ പറ്റി അത്യാവശ്യം കാര്യമായിട്ട് നെഗ്ലിജൻസിനെ പറയാം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ ഫോക്കസ് കൊടുക്കുന്നത് നെഗ്ലിജൻസിനാണ്. ഓക്കെ, എക്സാമിൻ ആൻഡ് എക്സ്പ്ലെയിൻ കോൺട്രിബ്യൂട്ട് നെഗ്ലിജൻസ് എന്നാണ് പറയുക. അപ്പോൾ നെഗ്ലിജൻസിനെ കൂടുതൽ ചെയ്യുമ്പോൾ അപ്പോൾ നെഗ്ലിജൻസ് എന്താണെന്ന് എഴുതണം. നെഗ്ലിജൻസിൻ്റെ കാര്യങ്ങൾ അത് വെറുതെ എഴുതുകയല്ല, ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, നെഗ്ലിജൻസ് ഏതെന്ന് ടൈപ്സ് ഓഫ് നെഗ്ലിജൻസ് ഇടാം. ടൈപ്സ് ഓഫ് നെഗ്ലിജൻസിൽ നമ്മൾ എഴുതി വന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കണം, നമ്മുടെ ക്വസ്റ്റൻ എന്താ അവിടെ, എക്സ്പ്ലെയിൻ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അവസാനം കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദ്യം, എന്താ, ആക്സിഡൻറ്റ് ഈസ് എ ഡിഫൻസ് ബട്ട് നെഗ്ലിജൻസ് ഈസ് എ ടോർട്ട്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. അപ്പോൾ എന്ത് ചെയ്യണം, ടോർട്ടിനെ പറ്റി പറയണം. ടോർട്ട് എന്താണെന്ന് പറയണം, ടോർട്ടിൻ്റെ എസെൻഷ്യൽസിനെ പറ്റി പറയണം, ഇഞ്ചുറീസ് ആൻഡ് ഡാമേജസ് അതിന് ഇഞ്ചുറി. കാരണം ഇതൊക്കെ എഴുതുമ്പോൾ അത്യാവശ്യം നമുക്ക് എഴുതാനുള്ള പേജുകൾ ഫില്ല് ചെയ്ത് പോകും നമ്മുടെ, അല്ലേ, അത്യാവശ്യം കണ്ടൻറ്റുകൾ കിട്ടും നമുക്ക്. ഇപ്പം നേരിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാനുള്ള സബ്സ്റ്റൻസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമുക്ക് ഉള്ളവരുണ്ടെങ്കിൽ അത് എഴുതിക്കും, വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ബട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ആൻസർ ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചന്തത്തിൽ ഫ്രെയിം ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ടോർട്ട് എഴുതുക, ടോർട്ടിൻ്റെ എസെൻഷ്യൽസ് ഓഫ് ടോർട്ടിനെ പറ്റി എഴുതുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും എഴുതാൻ എന്ത് ചെയ്യണം, ജനറൽ ഡിഫൻസസ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ജനറൽ ഡിഫൻസ്. അപ്പോൾ ജനറൽ ഡിഫൻസസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ജനറൽ ഡിഫൻസസിലെ 8-9 ജനറൽ ഡിഫൻസ്, അതെല്ലാം ഒന്നും പറയണ്ട, അതിൽ ആക്സിഡൻ്റ് ആണ് നമ്മുടെ ചോദിക്കണം. അപ്പോൾ ആക്സിഡൻറ്റിനെ പറ്റി പറയുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് എവിടെ എത്ര നെഗ്ലിജൻസ് എത്ര. കാരണം നെഗ്ലിജൻസിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഗ്രേറ്റർ ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നെഗ്ലിജൻസ് എന്താണെന്ന് പറഞ്ഞു, നെഗ്ലിജൻസ് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം, അവസാനം നമ്മൾ എവിടെ എത്തി പറയണം, കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് നമ്മൾ പറയണം. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് പറയും. ഈ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ആൻസർ ഒരു വൃത്തിക്ക് ഒരു കൺക്ലൂഷൻ പോലെ സമ്മപ്പ് ചെയ്യണം നമ്മൾ. ഓക്കെ, ഒരു വൃത്തിക്ക് കൺക്ലൂഡ് ചെയ്യണം. ചുമ്മാ പെട്ടെന്ന് പറഞ്ഞ് നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ ശരിക്കും പറഞ്ഞ് കറക്റ്റ് സ്റ്റാർട്ടിങ്ങും കൊടുക്കുക, എൻഡ് പഞ്ചും പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തുക. അങ്ങനെ വേണം ഒരു 12.5 മാർക്കുടെ എസ്എ ക്വസ്റ്റ്യൻ എഴുതുക. കാരണം 12 മാർക്കിൻ്റെ എസ്എ എന്ന് പറഞ്ഞാൽ 1/2 മാർക്ക് 1 മാർക്ക് എഴുതിയ 12 മാർക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേപ്പേഴ്സ് നമുക്ക് കവർ ചെയ്യണം നമുക്ക്. ഓക്കെ, പേപ്പേഴ്സ് നമുക്ക് കവർ ചെയ്യണം. എന്ത് ചെയ്യണം, നമ്മൾ ബേസ് തൊട്ടേ നമ്മളൊരു ആൻസർ കൺസ്ട്രക്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരും. ഇങ്ങനെ വേണം ഒരു എസ്എ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിൻറ്റും ഞാൻ ലോ കോളേജിൽ എഴുതിയ എൻ്റെ രീതിയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള വല്ല മെത്തേഡ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ, ഡെഫിനറ്റ്ലി ഫോളോ. അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കൃത്യമായ അഡ്വൈസും കാര്യങ്ങളൊക്കെ തരും, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതണം എന്നുള്ള കറക്റ്റ് ഫോർമാറ്റ് ഓഫ് രീതിയിൽ എഴുതണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനിയും മെയിനായിട്ട് ക്ലാസ്സും വീഡിയോസും അതുപോലെ തന്നെ ഈ സെമസ്റ്റർ എക്സാം എങ്ങനെ എഴുതണം. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ 5 ഇയറിൻ്റെ പേപ്പറാണ്. 3 ഇയറിനും ഇവർക്കും ഫോളോ ചെയ്യുന്ന ഒരു തരത്തിലുള്ള മെത്തേഡാണ്. ഇപ്പോൾ 3 ഇയറിൻ്റെ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തിന് ഫർദർ ക്ലാസ്സും കണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.